കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രഹരം തന്നെയായിരിക്കുകയാണ് പത്മജയുടെ BJP-യിലേക്കുള്ള ഒരു കുടുമാറ്റം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട JP നദ്ദയിൽ നിന്നും പത്മജ അംഗത്വം സ്വീകരിക്കും. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചലനം തന്നെയാണ് ലീഡറുടെ മകളുടെ BJP പ്രവേശനം ഏതായാലും ചർച്ചാ വിഷയമായിരിക്കുന്നത്. MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പിന്നാലെ ലീഡർ K കരുണാകരൻ്റെ മകളും BJP-യിൽ ചേർന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് വരുത്തിയിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. നിങ്ങൾ എന്നെ BJP ആക്കിയെന്നാണ് പത്മജിയും പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം അതിഥികളും ചേരുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. ആദ്യം രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള ആ ഒരു പ്രശസ്തമായ ആ ഒരു വാക്യം, ആ ഒരു വാചകം, അതേപോലെ തന്നെ പത്മജ ആവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ BJP ആക്കി എന്നാണ്. അത് കോൺഗ്രസ്സുകാരോടാണ്, തൻ്റെ കോൺഗ്രസ് നേതാക്കളോടാണ്. ഈ തരത്തിലുള്ള ഒരു ക്ഷീണം, പ്രഹരമാണ് ഈ പത്മജയുടെ ഈ ഒരു BJP പ്രവേശനത്തിലൂടെ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതം എന്ന് പറയാനാവില്ല. കാരണം കുറച്ചു കാലമായി ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി ചെറിയ അലോസരത്തിലായിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ ശ്രീമതി പത്മജയുടെ BJP-യിലേക്കുള്ള കടന്നുവരവ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ രണ്ട് നേതാക്കളായിരുന്നു ശ്രീമാൻ AK ആന്റണിയും ശ്രീ K കരുണാകരനും. 1960-കൾ മുതൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന രണ്ട് മഹാരഥന്മാരായിരുന്നു AK ആന്റണിയും K കരുണാകരനും. ഈ രണ്ടു പേരുടെയും മക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹയാത്രികരായി മാറിയിരിക്കുന്നു, അംഗങ്ങളായി മാറിയിരിക്കുന്നു. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യമെന്ന് പറയുന്നത്, ഏറ്റവും ഉന്നത സ്ഥാനീയരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾക്ക് പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ആ പൈതൃകം പിന്തുടർന്ന് ആ രാഷ്ട്രീയ ധാര പിന്തുടരാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ആശങ്കകളും ഒരുപാട് എന്താ പറയുക അത്ഭുതകരമായ ഒരു മാറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. ഇവിടെ ശ്രീമതി പത്മജ വേണുഗോപാൽ എന്ന വ്യക്തിപരമായി എടുക്കുമ്പോൾ സ്വന്തമായി വലിയ തോതിൽ അണികളുള്ള ഒരു നേതാവാണെന്ന് പറയാനാവില്ല. K കരുണാകരൻ്റെ പൈതൃകം മാത്രമാണുള്ളത്. 3 പൊതു തിരഞ്ഞെടുപ്പുകൾ അവർ മത്സരിക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ തന്നെയാണ് ഈ 3 തിരഞ്ഞെടുപ്പ് മത്സരിച്ചത്. ഈ പണ്ട് നമുക്കറിയാം, ഇന്നത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം അന്ന് മുകുന്ദപുരമായിരുന്ന സമയത്ത് കോൺഗ്രസിന് മുകുന്ദപുരം മണ്ഡലത്തിൽ കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് 2004-ലാണ്. അന്ന് ശ്രീ ലോനപ്പൻ നമ്പാടിനോട് മത്സരിച്ച് പരാജയപ്പെടാനായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ വിധി. അത് മാത്രമല്ല, ഒരു 1,50,000-ഓളം വോട്ടിനാണ് അന്ന് ഈ പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഇലക്ടറലി കോൺഗ്രസിന് വേണ്ടി വലിയ അത്ഭുതങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു ശ്രീമതി പത്മജ എന്ന് പറയാനാവില്ല. രണ്ടാമതെയും മൂന്നാമതെയും അവസരം ലഭിച്ചു തൃശ്ശൂർ മണ്ഡലത്തിൽ. ഈ 2 പ്രാവശ്യവും നിയമസഭാ മണ്ഡലത്തിലും അവർക്ക് തോൽക്കാനായിരുന്നു വിധി. അതുകൊണ്ട് വിന്നബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായും കാലുവാരലുകൾ, കുതികാൽവെട്ട് എല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരിചിതമായ കാര്യങ്ങളാണ്. ശ്രീമതി പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ആ സാങ്കത്യമുണ്ട് താനും. പക്ഷേ ഇവിടെ വരുന്നത് 2 നിയോജക മണ്ഡലങ്ങളിൽ, ഞാൻ ആവർത്തിക്കുന്നു, 2 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലും വടകര നിയോജക മണ്ഡലത്തിലും വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ തൃശ്ശൂർ, ഒരുപക്ഷെ തൃശ്ശൂർ K കരുണാകരൻ തട്ടകമായിരുന്നു. മാള നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം റെക്കോർഡ് ഭൂരിപക്ഷം നേടി. റെക്കോർഡ് നമ്പർ ഓഫ് ടൈംസാണ് K കരുണാകരൻ തൃശ്ശൂരിൽ നിന്നും മാളയിൽ നിന്നും MLA ആയി വന്നതും. മുഴുവൻ തന്നെ തൃശ്ശൂർകാരനായ, എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഭക്തനായ ശ്രീ K കരുണാകരൻ തൃശ്ശൂരിൻ്റെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപി BJP കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുപക്ഷെ പത്മജ വേണുഗോപാലിനെ മുന്നിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായി പത്മജയ്ക്കും കരുണാകരൻ്റെ ഫാമിലിക്കും ആ മണ്ഡലത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു ചെറിയ പങ്കെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത കാണാം. അത് BJPക്ക് അനുകൂലമായ ഘടകമാണ്. ഒരു മണ്ഡലം കൂടി അവിടെ പ്രധാനമാണ്, അത് വടകരയാണ്. ശ്രീ മുരളീധരൻ
പത്മജ വേണുഗോപാൽ സഹോദരൻ ശ്രീ മുരളീധരൻ മത്സരിക്കുന്ന വടകരയിൽ തികച്ചും രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. നല്ല പ്രതിച്ഛായയുള്ള ഒരു നേതാവ് കൂടിയായ ഇടതുപക്ഷത്തിൻ്റെ ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുമ്പോൾ കടുത്ത പോരാട്ടമാണ് ശ്രീ മുരളീധരനും ശൈലജ ടീച്ചർ തമ്മിൽ. അതൊരു പക്ഷേ ഈ പത്മജിയുടെ BJP-യിലേക്കുള്ള ഈ കുടുമാറ്റം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്. വടകര മണ്ഡലത്തിലെങ്കിലും അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കാം. കാരണം BJP വിരുദ്ധ ശക്തികൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് വലിയ തോതിൽ ചായുമ്പോൾ അതിൻ്റെ പ്രയോജനം ആ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കും. തൃശ്ശൂർ മണ്ഡലത്തിൽ അത് BJP-ക്ക് പ്രയോജനകരമാകുവാൻ ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം കെ മുരളീധരൻ അതിശക്തമായ ഭാഷയിൽ ഈ സഹോദരി പത്മജിയെ വിമർശിക്കാൻ മുന്നിൽ തന്നെ നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അതിശക്തമായി ഇനി മുതൽ എനിക്ക് എൻ്റെ സഹോദരിയുമായി യാതൊരു ബന്ധവുമില്ല, എൻ്റെ സഹോദരിക്ക് പരമാവധി സ്ഥാനങ്ങൾ കോൺഗ്രസ് പാർട്ടി നൽകിയതാണ്, എന്നിട്ടും ഈ ചതി വഞ്ചന കാണിച്ചു എന്ന രീതിയിൽ രോക്ഷാകുലനായ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ശ്രീ കെ മുരളീധരൻ നമ്മൾ കാണുകയുണ്ടായി. താങ്കളിലേക്ക് എത്താം. ശ്രീ സേനാപതി വേണു, ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ AK ആന്റണിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് പോകുന്നു. ലീഡർ, കേരള രാഷ്ട്രീയത്തിലെ തന്നെ ലീഡറായിട്ടുള്ള കോൺഗ്രസിലെ എല്ലാ എക്കാലത്തെയും സമുന്നതനായ നേതാവായിട്ടുള്ള K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഇതാ BJP-യിലേക്ക് അംഗത്വം സ്വീകരിക്കാൻ പോകുന്നു. ഇവിടെ ഒരു പൈതൃകം, ഈ കോൺഗ്രസിൻ്റെതായ ഒരു പൈതൃകവും ഒരു പാരമ്പര്യവും ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പത്മജിയുടെ വാക്കുകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് എന്നെ BJP ആക്കിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പത്മജ തന്നെ പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയ ക്ഷീണം കോൺഗ്രസ്സിന് ഈ പത്മജിയുടെ ഈ ഒരു കോൺഗ്രസ് വിടുന്നതിലൂടെ ഉണ്ടാകാൻ പറ്റില്ല. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അണികളുള്ള ഒരു നേതാവല്ല പത്മജ. പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് വലിയൊരു പ്രഹരം തന്നെയല്ലേ ഇത്? എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? നോക്കൂ, ഞാനിവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഭംഗിവാക്കുകൾ പറഞ്ഞ് ഒരു ചാനൽ ചർച്ചയിൽ ആളായതുകൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടേ മതിയാവും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും AK ആന്റണിയുടെ മകൻ BJP പോയതും അതുപോലെ തന്നെ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ പോയതും രാഷ്ട്രീയമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അത് നിശ്ചയമായും കോൺഗ്രസിന് അതിന്റെ ദോഷങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കും. പക്ഷേ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ, അങ്ങയുടെ ആദ്യത്തെ വാചകത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് വലിയ ക്ഷീണം, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, അങ്ങനെ രാഷ്ട്രീയമായ ഒരു ക്ഷീണവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവില്ല. ഇപ്പോ നമുക്ക് വാദഗതികൾ ഉന്നയിക്കാം. AK ആന്റണിയുടെ മകനാണ് പോയിരിക്കുന്നതെന്ന്. ഞാൻ AK ആന്റണിയുടെ മകനെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ട്, സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലോ കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുകയോ അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉണ്ടായില്ല. ഏറ്റവും അവസാനം ശ്രീ ശശി തരൂർ മുൻകൈ എടുത്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഈ ഡിജിറ്റൽ വിങ്ങിൽ അതിന്റെ ഭാരവാഹിയായിട്ട് അദ്ദേഹം വരികയും ഒക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ പ്രാദേശികമായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ അണികളുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ബന്ധമോ അവരെ സ്വാധീനിക്കാനോ അവരുടെ വോട്ട് ക്യാപ്ചർ ചെയ്യാനോ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാറ്റം കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായ ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമതി പത്മജ വേണുഗോപാലിനെ കുറിച്ചാണ്. എനിക്ക് അത്ഭുതം തോന്നിയത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാനായിട്ട് അവർ കണ്ടെത്തിയ വാദഗതികൾ വളരെ വിചിത്രമാണ്. അവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് നേതൃത്വമില്ല എന്നുള്ള ഒരു ആരോപണമാണ്. അവർ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് KPCC വൈസ് പ്രസിഡന്റാണ്. അവർ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഡിപ്ലോമസി ഉണ്ട് എങ്കിൽ ഇന്ന കുഴപ്പങ്ങൾ നമുക്കുണ്ട്. ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് താഴെയാണല്ലോ ബാക്കി സെക്രട്ടറിമാരും ബാക്കി ആളുകളും എല്ലാം വരുന്നത്. അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പൊളിറ്റിക്കൽ കാലിബർ അവർ കാണിക്കേണ്ടതായിരുന്നു. അവർ കാണിച്ചിട്ടുണ്ടോ? അവിടെയും പത്മജ പറയുന്നത് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് തന്നെ തരം താഴ്ത്തി ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയും ഒരു അവസരവും നൽകിയില്ല, ഒതുക്കുകയാണ് ചെയ്തതെന്നാണ്.
ഞാൻ ചോദിക്കുന്ന മാനം കാണാൻ തിരക്ക് കൂട്ടണമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ല് പോലെ KPCCയുടെ വൈസ് പ്രസിഡന്റ് പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറഞ്ഞ ഒരു വഴിയോ വല്ലതും കാണിക്കേണ്ടതുണ്ടോ? അവർക്ക് അത് എന്താ പറഞ്ഞ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ ഒരു കാലിബർ കാണിച്ചുകൊണ്ട് അവർക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കാവുള്ളൂ. ലീഡറുടെ മകൾ എന്ന നിലയിൽ അവർക്ക് ഈ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട്. പിന്നെ അവരെന്തിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്? വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്താകാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തേണ്ടത്. അതല്ലാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ എക്സിക്യൂട്ടീവിലേക്ക് മാറ്റിയെന്ന് അവർ പരിതപിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അവര് മുകുന്ദപുരത്ത് മോഹൻദാസ് മത്സരിച്ച് കേരള കോൺഗ്രസിലെ മോഹൻദാസ് ആയിരുന്നു ദീർഘകാലം മുകുന്ദപുരത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പാർട്ടി പിന്നെ UDF വിട്ട് LDFിലോട്ട് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് ഈ മുകുന്ദപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ലീഡറുടെ തന്നെ വാക്കുകളെ കടമെടുത്താൽ കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ലോനപ്പൻ നമ്പാടൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വോട്ടെണ്ണലിന്റെ അന്ന് രാവിലെ അദ്ദേഹം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പോയി എന്നിട്ട് പറഞ്ഞതിന്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ളത്. അവിടെയാണ് 1.25 ലക്ഷം വോട്ടിന്റെ 1.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ ഇവർ തോൽക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം 2011 ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 12,000 വോട്ട് ടു 17,000 വോട്ട്, ഒരു 15,000 വോട്ടിന്റെ ശരാശരി ഭൂരിപക്ഷത്തിൽ 10 to 15 അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലാണ് ഇവർ മത്സരിക്കുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 6,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ഇവർ തോക്കുകയാണ് ചെയ്തത് 2011 തെരഞ്ഞെടുപ്പ്. 2011 തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ഒരു ആന്റി എൻകംബൻസിയുടെ ഭാഗമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് തിരിച്ചു വന്ന ആ തെരഞ്ഞെടുപ്പിൽ പോലും ഇവര് ഇപ്പോൾ 1,000 വോട്ടിന് ഒക്കെ തോക്കുകയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇവര് വലിയ മാർജിനിൽ ആ തെരഞ്ഞെടുപ്പിലും തോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2020 ഇപ്പോൾ കറണ്ട് നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ അവര് 1000 വോട്ടിന് തോറ്റു എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും. തെരഞ്ഞെടുപ്പിൽ ഞാൻ 1109 വോട്ടിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMM മണിയോട് തോറ്റയാണ്. എനിക്കറിയാം കോൺഗ്രസ്സുകാരനെ കാലുവാരിയിട്ടുള്ളവർ കൊണ്ടോന്നറിയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിൽക്കുമ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്തവൻ ചിലപ്പോൾ കാലുവാരും, ഇല്ലേ കൂറുമാറും. അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ നിന്നുകൊണ്ട്. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഡർ ശ്രീ K. കരുണാകരൻ, ആ K. കരുണാകരൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ അകത്ത് ശ്രീ രവി കുറ്റിക്കാടിന്റെ വാക്ക് കടമെടുത്താൽ കാലുവെന്ത നായെ പോലെ കരുണാകരൻ ഓടി നടന്ന് 67 കോൺഗ്രസിന്റെ പരാജയ ശേഷം ലീഡർ ശ്രീ K. കരുണാകരൻ അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമായിട്ടല്ലേ ഈ പാർട്ടി പിന്നീട് കേരളത്തിൽ തിരിച്ചു വന്നത്. യഥാർത്ഥത്തിൽ അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആകേണ്ടത്. ലീഡറെ എല്ലാവരും കൂടി ആക്കുകയാണ് ലീഡറുടെ ചടുലത കൊണ്ട്. ആ ലീഡറാണ് കേരളത്തിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തത്. ആ ലീഡറുടെ മകൾ പത്മജയ്ക്ക് ഈ പാർട്ടിയിൽ ഇതിൽ ആക്റ്റീവായി സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരാളും അവഗണിക്കില്ല, അവരെ ഒരാളും മാറ്റി നിർത്തില്ല. അവര് ഇപ്പോ എന്താ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടതിന് കാരണങ്ങൾ അവർ നിരത്തുന്നു. അതല്ല എങ്കിൽ അവർക്ക് എന്താ പറഞ്ഞ വെറും ഫ്ലിംസിയായ ആരോപണങ്ങളല്ലേ അവര് പറഞ്ഞു. താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ആ ഒരു ചില പ്രയോഗങ്ങളിലേക്ക് ചില വാക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഈ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ക്ഷീണം ഉണ്ടാക്കില്ല പത്മജ വേണുഗോപാലിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള കുറുമാറ്റം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AK ആന്റണിയുടെ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ പാർട്ടിയിലേക്ക് വരുന്നു. ഇപ്പോൾ ലീഡറുടെ മകൾ പാർട്ടിയിലേക്ക് വരുന്നു. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന മണ്ഡലം അത്രത്തോളം കോൺഗ്രസിനകത്ത് ശോഭിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കില്ല എന്നാണ് നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്ഥാനമുറപ്പിച്ചിട്ടുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ BJPയിലേക്കുള്ള വരവ് കാരണമാകും? എത്രത്തോളം ആത്മവിശ്വാസവും പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ് ഇത്. ഈ രണ്ടുപേരുടെ കടന്നുവരവ് മാത്രമല്ല, ഇനിയും ഒട്ടേറെ നേതാക്കളും അത്തരത്തിലുള്ള ഇവരുടെ ഒരു പിന്മുറക്കാരായി അല്ലെങ്കിൽ ഇവരുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് BJPയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട സേനാപതി വേണുവിന്റെ ചില കാര്യങ്ങളോട് വസ്തുതാപരമായി ഒന്ന് പ്രതികരിച്ചോട്ടെ. എനിക്ക് വളരെയധികം ഇഷ്ടവും ബഹുമാനവുമുള്ള ഒരു കോൺഗ്രസിൽ നിന്നുള്ള ഒരു സംവാദകനാണ് ശ്രീ സേനാപതി വേണു.
കാര്യം അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പൊതുവെ അവരുടെ കൂട്ടത്തിലുള്ള പലരുടെയും, ഞാനവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തോടെയോ ഒരു ബഹളമൊക്കെ ഒന്നുമില്ലാതെ വളരെ സൗമ്യമായി വസ്തുതാപരമായി തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് ശക്തമായി തന്നെ പറയുന്ന നല്ല ഒരു സംവാദകനാണ്, നല്ല ഒരു ഡിബേറ്ററാണ് അദ്ദേഹം. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുകുന്ദപുരം മണ്ഡലത്തില് പത്മജ വേണുഗോപാൽ തോറ്റുപോയ കാര്യം ശരിയാണ്. ശ്രീ സേനാപതി വേണു അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. 2004 മുകുന്ദപുരം മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ വലിയ മാർജിനിൽ തോറ്റു. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ശ്രീ സേനാപതി വേണു, അന്ന് കേരളത്തിൽ എത്ര മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു? 2004 ഈ കേരളത്തില് UDF ജയിച്ചത് ഒരൊറ്റ മണ്ഡലത്തിലാണ്, ഒരേ ഒരു മണ്ഡലത്തിൽ, പൊന്നാനി മാത്രം. ഇ അഹമ്മദ് മാത്രമാണെന്ന് ജയിച്ചത്. അതായത് മുസ്ലിം ലീഗ് പോലും മഞ്ചേരി മണ്ഡലത്തിൽ തോറ്റുപോയ തെരഞ്ഞെടുപ്പാണ്. അതായത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ അന്ന് NDA ജയിച്ചു ഒരു സീറ്റില്, മൂവാറ്റുപുഴ മണ്ഡലത്തിൽ PC തോമസ് ജയിച്ചു. അതായത് NDAയും UDFും ഒരേ നിലയായിരുന്നു അന്ന് കേരളത്തിൽ. അതിൽ ഈ മുകുന്ദപുരം മാത്രം താങ്കൾ എടുത്ത് ഈ പറഞ്ഞതിൻ്റെ അകത്തെ ശരിയാണ്. ഇപ്പൊ കാര്യം ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ആശ്വാസത്തിന്റെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും, സ്വാഭാവികമാണ്, ഞാനത് മനസ്സിലാക്കും. പിന്നെ മറ്റൊന്ന്, പത്മജ വേണുഗോപാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തോറ്റു. 2015 തോറ്റു, 2014 ഒക്കെ തോറ്റു. അപ്പോൾ ഈ തോൽവിയുടെ, പത്മജ തോറ്റതിന്റെ ഉത്തരവാദിത്വം പത്മജയ്ക്ക് മാത്രമായി നിങ്ങൾ കൊടുക്കുകയാണോ? നിങ്ങളുടെ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇതിനകത്തില്ലേ? പത്മജ സ്വതന്ത്രയായിട്ടാണോ മത്സരിച്ചത്? കോൺഗ്രസിന്റെ ലേബലിൽ, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച അവർ തോറ്റപ്പോൾ ആ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ ആ സ്ത്രീയുടെ മണ്ടയ്ക്ക് മാത്രം വിട്ടുകൊടുക്കുന്നത് അത് നീതികേടല്ലേ, അന്യായമല്ലേ സേനാപതി വേണു? അത് ശരിയല്ല. അത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ, ആകപ്പാടെ നിരാശ ബാധിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിൽക്കാനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ നീതിയും ന്യായവും അന്യായവും ഒന്നും നോക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അപ്പം ഇതാണ് ഇനിയും ഇദ്ദേഹത്തിന്റെ താങ്കൾ സുരേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇപ്പം ഈ പത്മജയെ പോലെയുള്ള ഒരാളുടെ വരവ് ഒരു ഹെവി വെയിറ്റ് ആണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ഭീഷ്മാചാര്യനായിരുന്ന കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് വരുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സംഘടനാപരമായി അത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. സംഘടനാപരമായി BJPക്ക് പത്മജയുടെ വരവ് ഒരു മുതൽക്കൂട്ടാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. പക്ഷെ അവിടെ ഇതിന്റെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ പത്മജയെ പോലെ ഒരു കോൺഗ്രസ് ഹെവി വെയിറ്റ് BJPയിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അതായത് BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, BJPയെ ഈ നാട്ടിൽ ജയിക്കുകയുള്ളൂ, കേരളത്തിലും ഇതേപോലെയുള്ള ശക്തരായുള്ള ആൾക്കാർ ആ BJPയിലേക്ക് വരുമ്പോൾ അത് നൽകുന്ന സൂചന BJPയുടെ ഭാവി വളരെ ബ്രൈറ്റാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ആ സൂചനയ്ക്ക് വലിയ പ്രാധാന്യം, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ വലുതാണ് സുരേഷേ. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ BJP ഇവിടെ ജയിക്കാൻ സാധിച്ചിട്ടില്ല? ശരിയാണ്, നല്ല വോട്ട് ശതമാനം 15-16% ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ജയിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം, എന്തായാലും BJP ജയിക്കില്ല, പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു വോട്ട് കളയുന്നത്, ഇങ്ങനെ ഒരു മനോഭാവം. അതുകൊണ്ട് തന്നെ BJPയോട് ചായ്വുള്ളവർ പോലും BJPക്ക് വോട്ട് ചെയ്യാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ BJP ജയിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി, ആ ഒരു ചിന്താഗതി സൃഷ്ടിക്കാൻ ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക്, ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് കഴിയും. അത് അവിടെയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂര്, തിരുവനന്തപുരം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന ആ ഒരു ഓളമുണ്ട്. അത് വളരെ വലുതാണ്. അങ്ങനെയാണ് ഇത് BJPയെ സഹായിക്കുന്നത്. പിന്നൊരു അർത്ഥത്തിൽ പറഞ്ഞാല്, പിന്നെ ഞാൻ തുറന്നു പറയാമല്ലോ, ചിലപ്പോ ഒരു
അതായത് BJP-യുടെ ആ ഒരു രാഷ്ട്രീയ ചായ്വുള്ള ചിന്താഗതിയുള്ള ഒരു സ്വതന്ത്ര വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയുന്നത്, BJP-യുടെ പ്രധാന ശത്രു, പ്രതിയോഗി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്, ഒരു സംശയവുമില്ലാതെ. അതുകൊണ്ട് അപ്രധാന പ്രതിയോഗിയെ തകർക്കുക എന്നുള്ളത് BJP-യുടെ അജണ്ടയുമാണ്. ഞാനിത് BJP-കാരനായിട്ടല്ല പറയുന്നത്, ഞാനൊരു നിരീക്ഷകനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് BJP-യുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത്. അപ്പോ ആ ഒരു അജണ്ടയിൽ ഇതൊരു വലിയ സംഭവമാണ്, ഒരു അടിക്കല്ലാണ് ഇളക്കി ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട, ഇപ്പം ഇവർ പറയുമായിരിക്കും അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല, അവർ BJP-ക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ, അവർ പോയത് നന്നായി, ഇങ്ങനൊക്കെ പറയുമെങ്കിലും ഇതുണ്ടാക്കുന്ന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളീയ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള ഈ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന ചലനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ. തിരികെ ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള ഒരു കുറുമാറ്റം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഹരം തന്നെയാണ്, ഒരു ക്ഷീണം തന്നെയാണ്. ശ്രീ സെനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്നില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും ഈ അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം, അത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചലനമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവരുള്ളത്. കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളോട്, ജനവിരുദ്ധ നയങ്ങളോട്, നിലപാടുകളോടുള്ള ജനങ്ങളുടെ ഒരു കടുത്ത എതിർപ്പ്, കടുത്ത പ്രതിഷേധം, അത് ഏത് തരത്തിലെങ്കിലും വോട്ടാക്കി മാറ്റാനുള്ളൊരു തത്രപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അവിടെയാണ് ഇങ്ങനെയുള്ള സമുന്നതരായ നേതാക്കളുടെ മക്കൾ പോലും ഈ കോൺഗ്രസ് വിട്ടു പോകുന്നത്. അത് ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ആത്മവിശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാലും, ആശ്വാസ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിച്ചാലും ഒരു ക്ഷീണം തന്നെയാണ്, പ്രഹരം തന്നെയാണല്ലേ? ഇപ്പോൾ പറയുന്ന എല്ലാ വാക്കുകളും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും വരുന്നതെല്ലാം ഒരു ഡാമേജ് കൺട്രോൾ എന്ന നിലയിൽ വരുന്ന വാക്കുകളാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രായോഗികമായി കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. പക്ഷേ ശ്രീ സുരേഷ്, ഇവിടെ പ്രതീകാത്മകമായ ചില കാര്യങ്ങൾ കാണാതെ പോകരുത്. എന്താണ് ഈ പ്രതീകാത്മകത? അത് ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ EP ജയരാജൻ ഇന്നലെ വെടി പൊട്ടിച്ചു. എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷവും തമ്മിലാണ് കേരളത്തിലെ മുഖ്യ മത്സരം. കോൺഗ്രസ് പാർട്ടിയും UDF-ഉം 3-ാം സ്ഥാനത്ത് പോകും. നമുക്കറിയാം അങ്ങനെയല്ല. കേരളത്തിൽ തീർച്ചയായും ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം. അവിടെ ശക്തമായ ഒരു 3-ാം മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം BJP-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. ഏതാനും മണ്ഡലങ്ങളിൽ BJP-ക്ക് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് എന്നതും കേരള സമൂഹം മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരവസരമാണ്. ശ്രീ K കരുണാകരൻ്റെ പ്രിയപുത്രി BJP-യിലേക്ക് ചേരുമ്പോൾ ഇടതുപക്ഷത്തിന് പറയാനൊരു കാര്യമായി, ഭാരതീയ ജനതാ പാർട്ടിയെ പല്ലും നഖവും ഉപയോഗിച്ച് കേരളത്തിനുള്ളിൽ എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് ഇടതുപക്ഷത്തിന് പറയാനൊരു അവസരമുണ്ടായി. അതവർ ഭംഗിയായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. കാരണം എപ്പോഴും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എനിക്ക് തോന്നുന്ന ഈ 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമാണ്. ഒരു സംഭവത്തിന് പുറമെ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ, ഒരു വേലിയേറ്റം തന്നെ നടക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ ഒരു വശത്തെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഭരണപക്ഷമാണ്, അല്ലെങ്കിൽ LDF ആണ്. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ പോസിറ്റീവായ കാര്യമായ ഒന്നും തന്നെ ഇല്ലാതെ വരുമ്പോൾ തികച്ചും പ്രതിരോധത്തിൽ നിന്ന LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീകാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. AK ആന്റണിയുടെ മകൻ, ഇപ്പോൾ K കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ യാഗാശ്വത്തെ തടഞ്ഞു നിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന രീതിയിലുള്ള ആഹ്വാനം വരുന്നതാണ് ഒരു കാര്യം. പക്ഷേ ശ്രീ സുരേഷ്, ഞാൻ ഒരു കാര്യം ഇത് കേൾക്കുന്ന ആളുകളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബംഗാളിലേക്ക് നോക്കണം. ബംഗാളിൽ ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു റെഡ് ഫോർട്ടായിരുന്നു ബംഗാൾ. ഒരു കാലത്തും ജ്യോതി ബാസുവിനെ പരാജയപ്പെടുത്താനാവില്ല, ബുദ്ധദേവ് ഭട്ടാചാര്യയെ പരാജയപ്പെടുത്താനാവില്ല, CPM-നെ കടപുഴക്കി എറിയാനാവില്ല
എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ നോക്കൂ, LDFിൻ്റെ പ്രത്യേകിച്ചും CPMൻ്റെ നേതാക്കളുടെയും അണികളുടെയും നല്ലൊരു പങ്ക് പോയത് തൃണമൂൽ കോൺഗ്രസിലേക്കല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണെന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രായോഗികത ഏത് രാഷ്ട്രീയ കക്ഷിയാണോ മേൽക്കൈ നേടുന്നത് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അവിടേക്ക് ഒരു കുത്തൊഴുക്കുണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. അതിന് ഇടതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ എന്നില്ല, സ്വാഭാവികം നമ്മൾ കാണുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിൽ ഇത് സംഭവിക്കുന്നു. ഏതാനും കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ ഒറീസയിൽ സംസ്ഥാന പാർട്ടി ബിജു ജനതാദൾ BJPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ മിക്കയിടങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വലിയ തോതിൽ കടന്നു വരികയാണ്. പക്ഷേ കേരളത്തിൽ അത് വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൽ BJP ഉടനടി ഭരണത്തിലെത്തുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷേ അവിടെയും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകൾ കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു വലിയ സിംബോളിക് വാല്യൂ ആണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിച്ഛായ കുറച്ച് മെച്ചപ്പെടും. അത് മാത്രമല്ല ഇടതുപക്ഷം അതിനെ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു ഏകപക്ഷീയം ഒരു കേക്ക് വാക്ക് നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്താണ് ഏതാനും മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെയും UDFിൻ്റെയും വിജയ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാൻ ഒരു സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. നമുക്കൊരു ഇടവേള കൂടി അനിവാര്യമാണ്. തിരികെ എത്താം. ഇടവേള. ശ്രീ ചർച്ചയിലേക്ക് ശ്രീ സേനാപതി വേണ്ടി നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു ഇത് ക്ഷീണമുണ്ടാക്കില്ല എന്ന്. പക്ഷേ അതിനുള്ള ഒരു മറുപടിയും ശ്രീ ഷാബു പ്രസാദും ശ്രീ മോഹൻ വർഗീസ് അടക്കം സൂചിപ്പിക്കുകയുണ്ടായി. താങ്കളുടെ വാക്കുകൾ. അല്ല, അതിനകത്ത് ഇപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെയോ UDFിന്റെയോ മുഖ്യധാര നേതൃത്വ നിരയിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. പിന്നെ ലീഡറുടെ മകൾ BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJP അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിന് അതൊരു രാഷ്ട്രീയമായ ക്ഷീണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു BJPയുടെ ഒരു പൊളിറ്റിക്കൽ സാങ്ക്ടിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. കാരണം അവരുടെ പാർട്ടിയിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന നേതാക്കളും അല്ലെങ്കിൽ അവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടടുത്ത് ഈ ആയാറാം ഗയാറാം രാഷ്ട്രീയത്തെ നമുക്ക് എത്ര കാലം അല്ലെങ്കിൽ എത്രമാത്രത്തോളം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് കേരളത്തിൽ വരും. അതായത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തെന്നി മാറുന്നവരോ അല്ലെ കോൺഗ്രസ് പുറത്താക്കുന്നവരോ അല്ലെ കോൺഗ്രസിൽ നിന്ന് മാറുന്നവരെ കൊണ്ട് മാത്രം BJPക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റൂ. അവരുടെ ആശയങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനൊരു വിയോജിപ്പ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങളുടെ മുഖ്യ ശത്രു. ശരിയാണ്, രാഷ്ട്രീയമാണ്. കോൺഗ്രസ് തകർന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയ നിരീക്ഷണം തെറ്റാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു പഠനം നടത്തിയിരിക്കുന്നു. കേരളത്തിലെ BJPയുടെ ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹിന്ദു ഐഡിയോളജിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ആണ്. CPMന്റെ അടിത്തറയ്ക്ക് എന്തെങ്കിലും ഷെയ്ക്ക് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലാതെ കോൺഗ്രസിന്റെ തകർച്ചയോ കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും മാറി എന്നതുകൊണ്ട് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ മണ്ണിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. കോൺഗ്രസ് തകർന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടായാൽ ആ പ്ലാറ്റ്ഫോമിൽ അതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP അക്കാര്യത്തിൽ അത് CPM ആ. BJPയിലൊക്കെ ഉള്ളതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകളാണ് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർ CPM. ആ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ അടിത്തറയ്ക്ക് നിങ്ങൾക്ക് ക്ഷീണം പറ്റിക്കാൻ ഇല്ലെങ്കിൽ അതിൽ ഒരു പൊളിവ് സംഭവിപ്പിക്കാൻ എപ്പോ വരെ നിങ്ങൾക്ക് കഴിയുന്നില്ലോ അപ്പോൾ വരെ കേരളത്തിൽ നിങ്ങൾക്ക് അതിനെ ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ സമീപകാലത്തെങ്ങും നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ളതിന്റെ ഒരു കാരണം നിങ്ങൾ കേരളത്തിൽ ഞങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുരുക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാറ്റം രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ വോട്ട് ബാങ്കിലോ ഞങ്ങളുടെ അണികളുടെ ഇടയിലോ അതിൽ പ്രത്യേകമായ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്ന് 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് ഇപ്പം SM കൃഷ്ണ കർണാടകത്തിൽ പോയി കോൺഗ്രസ് തകർന്നില്ല. കോൺഗ്രസ് അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു മനസ്സ് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ അവര് ഈ കാര്യത്തിൽ, കാരണം ഇന്നിപ്പോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പത്മജയുടെ ഏറ്റവും അടുത്ത ഒന്ന് ഇടപെടിയാണ് ക്ഷമിക്കണം, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സേനാപതി വേണു അദ്ദേഹം നടത്തിയ ഒരു പരാമർശങ്ങൾക്കുള്ള ഒരു മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മവിശ്വാസം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുള്ള വളരെ ഒരു ഭ്രാന്ത് പിടിച്ച ഓട്ടത്തിലാണ് ഇന്ന് കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനും.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഞാൻ ആ നിലയ്ക്ക് ഒരു സഹതാപത്തോടു കൂടിയേ കാണുന്നുമുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പ്രമുഖ എതിരാളികൾ ഉണ്ടാകും. ആ എതിരാളികളെ ആരാണ് തൻ്റെ പ്രധാന എതിരാളി എന്ന് അല്ലെങ്കിൽ പ്രധാന പ്രതിയോഗി എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രതിയോഗിയെ തകർക്കുക എന്നുള്ളത് എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു യുദ്ധനീതിയാണ്. പിന്നെ അദ്ദേഹം വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം, എന്തിന് ഈ കോൺഗ്രസിൽ നിന്നും മറ്റിടത്തു നിന്നും ഒക്കെ വരുന്നവർക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ സേനാപതി വേണു ഈ നാട്ടിൽ ഇപ്പൊ പത്മജ BJP-യിലേക്ക് വന്നു. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നെഹ്റു കുടുംബത്തിൽ നിന്ന് BJP-യിലേക്ക് വന്നവരുണ്ട്. ഈ സോണിയാഗാന്ധിയെ പോലെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു മരുമകൾ കാലങ്ങളായി BJP-യുടെ MP-യാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മറ്റൊരു ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ BJP-യുടെ MP-യാണ്. എത്രയും നാളായി. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാധവറാവ് സിന്ധ്യയുടെ മകൻ ഇന്ന് കേന്ദ്രമന്ത്രിയാണ്, BJP-യുടെ ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രീയത്തെ, അതായത് മോഹൻ വർഗീസ് സാർ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. കരുത്തുള്ള പ്രതീക്ഷയുള്ള ഒരു പക്ഷത്തേക്ക് ചായാനുള്ള ഒരു പ്രവണത ഈ രാജ്യത്തുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയത്തിനുണ്ട്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ബഹുസ്വര രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമാണത്. അതായത് അത് ഇപ്പോൾ ഇതുവരെ കേരളത്തിൽ അത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് BJP-യിലേക്ക് വരാനുള്ള ഒരു പ്രവണത കേരളക്കാരും ഇതിനു മുമ്പുള്ള റൗണ്ടിൽ ഞാൻ പറഞ്ഞതുപോലെ അതിനും BJP ജയിക്കാൻ പോകുന്നത് ഇതല്ല, ഇവിടെ ദുർബലമായ ഒരു കക്ഷിയാണ്, അതുകൊണ്ട് BJP-യിലേക്ക് പോയിട്ട് എന്ത് കാര്യം എന്ന മനോഭാവം മാറി വളരെ ശക്തരായിട്ടുള്ള ആൾക്കാർ BJP-യിലേക്ക് വരുന്നു എന്നുള്ളത് ബഹുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വളരെ വലുതാണ്. ഏതായാലും ശ്രീ ശ്യാം പ്രസാദ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് പത്മജ പറഞ്ഞത്. കരുത്തുറ്റ ഒരു നേതൃത്വം, ആ കരുത്തുറ്റ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇതര രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാർ പോലും പ്രതീക്ഷ വെക്കുന്നത്, സാധാരണ ജനങ്ങളും വലിയ പ്രതീക്ഷ വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഒരു നേതൃപാടവത്തിൽ തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ്, ഒപ്പം ശ്രീ സേനാപതി വേണു, ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഒരു ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്തതിന്.